എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരം തോന്നുമെങ്കിലും ജീവിതത്തെ മാറ്റിമറിക്കാൻ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ചെറിയ കാര്യമാണ്, അത് ഞാൻ നിങ്ങളോട് പറയാം. എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ എങ്ങനെ ഓരോ കാര്യങ്ങളെ നോക്കി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങൾ പോസിറ്റീവായി നമ്മൾ കാണുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കില്ല. അല്ലാതെ എല്ലാത്തിനും നമ്മളൊരു നെഗറ്റിവിറ്റിയാണ് കാണുന്നതെങ്കിൽ അതൊരുപാട് ജീവിതത്തെ ബാധിക്കും. നമ്മുടെ ജീവിതം തന്നെ ഒരു നെഗറ്റിവിറ്റി നിറഞ്ഞ, ഒരു ശുഭാപ്തി വിശ്വാസമില്ലാത്ത, ആത്മവിശ്വാസമില്ലാത്ത, ചിലപ്പോൾ മാനസികമായിട്ടും ശാരീരികം നമ്മൾ തളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. നമ്മയൊക്കെ നയിക്കുന്നത് ആശകളാണ്, അല്ലേ? പ്രതീക്ഷകളാണ്, അംബീഷൻസ്. അതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ആശ നിരാശയായി മാറുമ്പോൾ, പ്രതീക്ഷകളൊക്കെ നമ്മുടെ അസ്ഥാനത്താകുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ, ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പം എന്തിനു നാം ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ജീവിക്കുകയാണോ, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടോ, നമുക്ക് തന്നെ ഗുണമുണ്ടോ, ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ അങ്ങനെയാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, വേണ്ടാത്ത ഒരു കാര്യവും നമ്മൾ ചിന്തിച്ച് മനസ്സിൽ വെച്ചിട്ട് അതുകൊണ്ട് അത് നെഗറ്റിവിറ്റി ആയി മാറാൻ പാടില്ല. ഞങ്ങളൊക്കെ ട്രെയിനിങ് സമയത്ത് നമ്മൾക്കൊരു ട്രെയിനിങ്ങിൽ ഒരു കാര്യം പഠിപ്പിച്ചിരുന്നു. ഒരു ജപ്പാൻ ടെക്നോളജി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഞാനൊന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രം. 5S എന്നാണ് അതിൻ്റെ പേര്. 5 എസ്സുകൾ. അതിൽ 2-3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അത് വെച്ചിട്ടാണ്, അത് ഒരു സാധനങ്ങൾ മാറ്റുന്ന പറ്റിയും ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെ നമ്മളത് മാനേജ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇത് ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തോട് ഒരുപാട് ബന്ധപ്പെട്ട, നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട ഒരു വലിയൊരു കാര്യം തന്നെയാണിത് എന്നെനിക്ക് പിൻകാലത്ത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, നമ്മളൊരു ഫോൺ ബില്ല് വന്നു, അത് നമ്മൾ തിരയാണ്, അത് അടയ്ക്കാൻ നോക്കുമ്പോൾ ഫോൺ ബില്ല് കാണുന്നില്ല. പരിഭ്രാന്തരാവില്ലേ നമ്മൾ? അപ്പോൾ തിരഞ്ഞു, കണ്ടുപിടിച്ചു, ഓക്കെ. അത് ഒരു പ്രാവശ്യം സംഭവിച്ചു. അടുത്ത മാസവും അല്ലെങ്കിൽ അടുത്ത അടവിൻ്റെ സമയമാകുമ്പോഴും ആ റെസീറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ ഒരുപാട് തിരയേണ്ടി വരുന്നു. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ആ ഒരു അറേഞ്ച്മെൻറ്റിൽ ആ ഫോൺ ബില്ല് വെക്കാനൊരു പ്രത്യേക സ്ഥലമില്ല. സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു ഫോൺ ബില്ല് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രധാന പേപ്പർ നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് മാത്രമാണ് സ്ഥിരമായിട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അവിടെ തിരഞ്ഞാൽ മതിയല്ല, അവിടെ പോയാൽ അത് എടുത്തുകൊണ്ട് വരിക, കഴിഞ്ഞു. അപ്പം നമ്മുടെ ഒരുപാട് അലച്ചിലും ടെൻഷനും എപ്രാളൊക്കെ മാറിക്കിട്ടും. അതുതന്നെയാണ് ഈ 5S എന്ന ജപ്പാൻ ടെക്നോളജി. ചെറിയ കാര്യമാണ്. അതെന്താണ്? അതിൽ 1-2 പോയിൻ്റ് ഞാൻ പറയാം. ഈ 5S എന്ന് പറഞ്ഞാൽ ജപ്പാൻ ടെക്നോളജി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന, അതൊക്കെ ഓഫീസുകളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പല ഫയലും നമുക്ക് ടൈമിന് കിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട്, എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഓൺ വാട്ട് ബേസിസ് വി ഹാവ് ടു അറേഞ്ച് ദീസ് ഓൾ ഡോക്യുമെൻറ്റ്സ്, അതാണ് മെയിൻ കാര്യം. പെട്ടെന്ന് അത്യാവശ്യം തരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർലി അറേഞ്ച്ഡ് ആയിരിക്കണം, അല്ലേ? പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്താൽ മാത്രമേ ആ പർട്ടിക്കുലർ സ്ഥലത്ത് നമുക്ക് കിട്ടുള്ളൂ. ഈ 5Sലും അത് തന്നെയാണ് പറയുന്നത്. ഈ 5S എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായിട്ടുള്ള കാര്യമാണ്.
ജപ്പാനിൽ ഇപ്പോൾ അത് കഴിഞ്ഞ് സിഗ്മയും കഴിഞ്ഞ് പിന്നെ അവർ മുന്നോട്ട് പോയി കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും ഈ 5S ഇതുവരെ കറക്റ്റായിട്ടില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ താമസം വരുന്നത്. അപ്പോൾ ഞാൻ ഈ 5Sനെ പറ്റി എന്ന് പറയാൻ കാരണം എന്താണെന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. 5Sൽ ആദ്യം തന്നെ പറയുന്നത് ഓരോ വസ്തുവിനും അത് വെക്കാൻ ഒരു പ്രത്യേക സ്ഥലം വേണം. ഈച്ച് ആൻഡ് എവരി പേപ്പറിനാണെങ്കിൽ പേപ്പർ ഷുഡ് ബി കെപ്റ്റ് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ്. അതുപോലെ തന്നെ ആ പേപ്പർ അവിടെ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഓരോ കാര്യങ്ങൾ വെക്കാനും ഓരോ പേപ്പർ വെക്കാനും ഒരു പ്രത്യേക സ്ഥലം വേണം. ആ പേപ്പർ ആ സ്ഥലത്ത് മാത്രമേ വെക്കാവൂ. ഇതതിൻ്റെ സ്ഥലമാണ്. പിന്നെ എടുത്ത് വെക്കാമെന്ന് കരുതി നമ്മൾ വേറെ സ്ഥലത്ത് വെക്കാൻ പാടില്ല. ആ പേപ്പർ കിട്ടിയാൽ ആ സ്ഥലത്ത് മാത്രം വെക്കുക. അതുപോലെ അങ്ങനെ കുറേ പേപ്പർ വെച്ചിട്ട് അതൊരു വലിയൊരു ഒരു സ്ഥലം മെനക്കെടുത്തുന്ന രീതിയിലാവും. അപ്പോൾ ഈ പേപ്പറിനൊക്കെ വാല്യൂ ഉണ്ട്. ഇത്ര ഇത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ് വേറെ കോപ്പി വരും. അപ്പം നമുക്ക് ആദ്യത്തെ ആവശ്യമില്ല. അതിൻ്റെ നമ്പർ മാത്രം ഇവിടെ ഇട്ടാൽ മതി. നമുക്ക് ഇന്നിപ്പം ഓൺലൈനിലൊക്കെ കിട്ടാൻ തുടങ്ങി. ചിലതൊക്കെ നമുക്ക് ഹാർഡ് കോപ്പി സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ഇന്നിപ്പം നമ്മൾ ടെക്നോളജി വളർന്നു. നമ്മളെല്ലാം ഒന്നും അങ്ങനെ ഹാർഡ് കോപ്പി വെക്കണ്ട. എല്ലാം സോഫ്റ്റ് കോപ്പി നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അന്നൊരു കാലഘട്ടത്തിൽ അത് വളരെ പ്രാധാന്യമുള്ള കാര്യമായിരുന്നു. അതുപോലെ ഓരോ സാധനത്തിന് ആ പ്രത്യേക സ്ഥലത്ത് വെക്കണമെന്ന് പറയാൻ കാരണം നമ്മൾ ഈ ഒരു സമയം ഒരു ഡിലേ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഫാസ്റ്റായിട്ടുള്ളൊരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് പ്രയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ വേണ്ടതും വേണ്ടാത്തതും നമ്മൾ പറയില്ല, അതൊരു റദ്ദി എന്ന് പറയും. ഹിന്ദിയിൽ പറയും അതൊരു വേസ്റ്റ് പേപ്പർ. ഇന്നത്തെ പേപ്പറിൽ വായിച്ചു. അങ്ങനെ ആ പേപ്പർ ഡെയിലി വായിക്കുന്ന ഒരാൾ ഒരു 10 ദിവസത്തെ പേപ്പർ എടുത്തു വെച്ചാൽ ഇന്ന് വായിച്ചു കഴിഞ്ഞ് ഇന്നത്തോടുകൂടി അത് പഴയതായി മാറി. അതിന് പ്രാധാന്യമില്ല. പിന്നെ എന്തെങ്കിലും പ്രത്യേക വാർത്തകളോ എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ എന്തെങ്കിലും ഒരു വേണമെങ്കിൽ മാത്രം നമ്മൾ മാറ്റി വെക്കുക. അല്ലെങ്കിൽ ആ പേപ്പർ സൂക്ഷിക്കുന്നതിൽ അർത്ഥമില്ല, റദ്ദിയായി മാറും. അത് പിന്നെ നമ്മൾ വേറെ തുടയ്ക്കാനോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കും. ഇന്നത്തെ പേപ്പറാണെങ്കിൽ നമ്മളതിന് ഭയങ്കര വാല്യൂ ആണ്. നമ്മൾ ഇന്നത്തെ പേപ്പറൊന്നും വേസ്റ്റ് ഇതിന് ഉപയോഗിക്കില്ല. ഇന്നത്തെ ദിവസം കഴിഞ്ഞാലാണ് അതിൻ്റെ വാല്യൂ പോകുന്നത്. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഈ ജപ്പാൻ ടെക്നോളജി പറഞ്ഞ് തന്നെ ഓരോന്നിനും ഓരോ സ്ഥലം വെക്കണം, ആ സ്ഥലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം, വേണ്ടതും വേണ്ടാത്തതും. വേണ്ടാത്തതൊക്കെ നമ്മൾ എടുത്ത് കളയണം. അത് വേസ്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയോ ഒക്കെ ചെയ്യാം. വേണ്ടത് മാത്രം എടുത്ത് വെക്കുക. അപ്പം നമുക്ക് അവിടെ ഒരു ബേർഡനായി വരില്ല. അവിടെ ആകെ സ്ഥലം മെനക്കെടുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവില്ല. അത് വലിയൊരു പോയിൻ്റാണ്. ഇതുപോലെ തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. ഈ ടെക്നോളജിയിലെ കാര്യമല്ല, ഇത് ഞാനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ഞാൻ പറയാൻ വന്നത് അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ജീവിക്കണമെങ്കിൽ ഈ ഒരു 5S വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ രണ്ടാമത് പറഞ്ഞ പോയിൻ്റില്ലേ, വേണ്ടതും വേണ്ടാത്തതും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് വേണ്ടതാണ്, ഇത് വേണ്ടാത്തതാണ്. വി ഹാവ് ടു സോർട്ട് ഔട്ട് ദ പേപ്പേഴ്സ്, ഡോക്യുമെൻറ്റ്സ്. വേണ്ടത് മാത്രം വെക്കുക, വേണ്ടാത്തെടുത്ത് കളയുക. എന്തെങ്കിലും ഉപകാരപ്പെടും എന്നറിയാൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു സ്റ്റോറായിട്ട് അവിടെ ഇങ്ങനെ മാറും. വലിയ സ്റ്റോറേജ് മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പിന്നെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല, ഏതാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ ബാധിക്കുന്നത് ഈ ചിന്തകളാണ്. ചിന്തകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ സുഖവും സുന്ദരവുമായിരിക്കും. പിന്നെ ഓരോ കാര്യത്തിൽ നമ്മൾ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ പോയാൽ ഒരിക്കലും നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് പോസിറ്റീവായി നമുക്ക് ജീവിക്കണമെങ്കിൽ വരാനുള്ളത് വരും, അല്ലേ? പോകാനുള്ളത് പോകും. കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടാനുള്ള പൈസയാണെങ്കിൽ നഷ്ടപ്പെടും. വരേണ്ട പൈസയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കയ്യിലെത്തും എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം നമ്മൾ കൊണ്ടുവരണം. നഷ്ടപ്പെട്ട ശേഷം അതിനെപ്പറ്റി കുറേ ചിന്തിച്ച് വിഷമിച്ച് ടെൻഷൻ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ടോ
കാര്യമില്ല. അതുകൊണ്ട് എന്താണ്, നഷ്ടപ്പെടുകയും പിന്നെ നിങ്ങളുടെ ഈ ഒരു കാര്യം, ഈ ഒരു ദിവസം, ഈ ഒരു നിമിഷം, പിന്നെ നാളത്തെ ദിവസം എല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി കിട്ടേണ്ട ദിവസങ്ങൾ, കൺസ്ട്രക്റ്റീവായിട്ട് പോകേണ്ട, ക്രിയാത്മകമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകൾ വെടിയണം. പോയത് പോയി, ഇനി പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? പിന്നെ ഏത് പ്രശ്നം വന്നാലും കുറേ ചിന്തിച്ച് തല ചൂടാക്കാതെ അതും ഇതുപോലെ തന്നെ പോവും എന്ന് ചിന്തിക്കുക. സമാധാനപരമായിട്ടതിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ എത്ര ചിന്തിച്ചാലും സംഭവിക്കേണ്ടത് സംഭവിക്കുന്ന ഉറപ്പാണ്. സംഭവാമി യുഗേ യുഗേ. പക്ഷേ നമുക്കെന്ത് ചെയ്യണം? അത് അങ്ങനെ ഇനി മേലിൽ ഉണ്ടാവാതിരിക്കാൻ എന്ത് നമ്മൾ ചെയ്യണം? അത് ആ പ്രവൃത്തികൾ നമ്മൾ ഏർപ്പെടുക, അത് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അതാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ. അമിതമായ ചിന്ത ഒഴിവാക്കണം, ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ നമ്മുടെ മനസ്സമാനം കളയുന്ന കാര്യങ്ങൾ നമ്മളങ്ങോട്ട് ഒഴിവാക്കിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. നമ്മൾ ചിന്തിക്കും ഇത് നമ്മൾ തലയിൽ വെച്ചാൽ നമ്മൾ പ്രശ്നമാവില്ലേ എന്ന് ചിന്തിച്ച് നമ്മൾ മനസ്സിൽ നിന്ന് ആ കാര്യം എടുത്ത് കളയാം, വേണ്ട ചിന്തിക്കാതെ. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായും നമുക്ക് ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുന്നത്, നിങ്ങൾക്കൊരു അറേഞ്ച് ചെയ്യാൻ പറ്റും, ഒന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്തിനാണ്. അപ്പം നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു പുഞ്ചിരി നിങ്ങളുടെ ചുണ്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ആത്മവിശ്വാസം തകരാതിരിക്കാൻ നമ്മൾ നോക്കണം. ഐ ക്യാൻ ഡു ഇറ്റ്, ഇതെനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് തിരിച്ചറിയുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അല്ലാതെ ഇതെന്നെക്കൊണ്ട് സാധിക്കുമോ, ഇതങ്ങനെ ആവില്ല, ഇങ്ങനെ ആവില്ല, അത് ഞാൻ ശ്രമിച്ചാലും ചിലപ്പം അതെനിക്ക് ഒരുപാട് നഷ്ടപ്പെടുന്നൊക്കെ ആലോചിച്ച് നമ്മൾ മനസ്സിനെ വിഷമിപ്പിക്കാൻ നിന്നാൽ നമുക്ക് അവിടേക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞതാണെന്ന് ഒരിക്കലും നിർബന്ധം പിടിക്കരുത്. പക്ഷേ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താനും അത് നമുക്കും മറ്റുള്ളവർക്കും ഗുണകരമാക്കി മാറ്റാനും നമ്മൾ ശ്രമിക്കണം. പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും നല്ലതാണ്. പോസിറ്റീവ് തിങ്കിങ് ആണ് നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. അത് സംഭവിക്കുമോയെന്നല്ല, നമുക്കൊരു ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെയൊക്കെ ഫലം കിട്ടും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ രസകരമായ സുന്ദരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ പങ്കിടാൻ സാധിക്കും. നമ്മളെപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മോട് സംസാരിക്കുന്ന ആൾക്ക് തന്നെ നമ്മളോട് സംസാരിക്കാൻ നമ്മളെ കണ്ടാലൊന്ന് നിന്ന് ഒരു ഹായ് പറയാൻ തോന്നണമെങ്കിൽ ഒരു പുഞ്ചിരി നിങ്ങളുടെ ചുണ്ടിലെപ്പോഴും വേണം. പോസിറ്റീവായി ചിന്തിക്കുക. നമ്മളെപ്പോഴും കരയുന്ന മുഖമായിട്ട് വിഷമിച്ച് എന്ത് ചോദിച്ചാലും അയ്യോ എന്നാ പറയാനാ അങ്ങനെ വിഷമിക്കുന്നതാകുമ്പം അവരെ കണ്ട് സംസാരിക്കാൻ ആർക്കും തോന്നില്ല. അവരെ കണ്ട് മെല്ലെ ഒഴിവാക്കി സ്ഥലം വിടാനേ തോന്നുള്ളൂ. അപ്പം നമ്മളെപ്പറ്റി പിന്നെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ബി പോസിറ്റീവ്. അതുപോലെ തന്നെ നല്ല ചിന്തകളോടുകൂടെ എല്ലാം പോസിറ്റീവായി ചിന്തിച്ച് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തുക. ശാന്തമായി ചിന്തിക്കുക. കോപിച്ചിട്ടോ എടുത്ത് ചാടിയിട്ടോ ഒരു തീരുമാനം എടുത്തായിരിക്കുക. പ്രത്യേകിച്ചും നമുക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത്, കോപം വരുന്ന സമയത്ത് ആവരുത് നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കേണ്ടത്. ഇത്രയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം കൂടി നേർന്നിട്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സുരേഷ് പുന്നൂർ, പൂനെ.